സിനിമാ മേഖലയിൽ അധികമാർക്കും അറിയാത്ത സംഭവങ്ങൾ തുറന്നു പറയുന്നയാളാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. നിർമ്മാതാവിനെ പറ്റിച്ച് 20 ലക്ഷം രൂപ കൈക്കലാക്കിയ നടിയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വെളിപ്പെടുത്തൽ. ഇപ്പോഴിതാ ഒരു വലിയ വിവാദവും മറച്ചുവെക്കലുമൊക്കെ പുറത്തുവരികയാണ്. അമ്മയുടെ വൈസ് പ്രസിഡന്റായ ലക്ഷ്മിപ്രിയ ക്രിമിനൽ കേസ് മറച്ചുവെച്ച് അമ്മയിൽ മത്സരിച്ച് ജയിച്ചതിനെക്കുറിച്ചും 20 ലക്ഷം രൂപ ഒരു പാവം നിർമ്മാതാവിനെ പറ്റിച്ച കഥയുമൊക്കെ പുറത്തുവരികയാണ്. സാറിന്റെ ചാനലിലൂടെ എന്നെ ചതിച്ച നടിയെക്കുറിച്ച് പറയണമെന്നാണ് നിർമ്മാതാവ് എന്നോട് പറഞ്ഞത്. അയാൾ വിശദമായി കാര്യം പറഞ്ഞു. എല്ലാ തെളിവുകളും എനിക്ക് അയച്ചു തന്നു. ശ്വേതാ മേനോന്റെ നിർമ്മാതാവായ യുവാവ് നേരിട്ട് പരാതി കൊടുക്കുകയും ചെയ്തു. ഇതിൽ യാഥാർത്ഥ്യമുണ്ടോയെന്ന് ഞാൻ പുറത്തൊന്ന് അന്വേഷിച്ചു നോക്കി. യാഥാർത്ഥ്യമേയുള്ളൂ. മൊത്തം തരികിട സെറ്റപ്പാണ്. ഒരു കാരണവശാലും അമ്മ പോലുള്ള സംഘടനയുടെ ഭരണസമിതിയിലിരിക്കാൻ ഒരു യോഗ്യതയും ഈ വൈസ് പ്രസിഡന്റിനില്ലെന്ന് പറയുന്നതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. അത്രയും തരികിടയാണ് കളിച്ചിരിക്കുന്നത്. സിബിലാൽ എന്നാണ് ആ നിർമ്മാതാവിന്റെ പേര്. സിനിമയെ അയാൾ അത്രമാത്രം സ്നേഹിക്കുന്നു. ചെറിയ ബഡ്ജറ്റിൽ ഒരു സിനിമ നിർമ്മിക്കണമെന്ന് അയാൾക്ക് മോഹമുദിച്ചു. അതിന്റെ ആലോചനകൾ നടക്കുമ്പോൾ ആരോ ഈ വൈസ് പ്രസിഡന്റിനെ പരിചയപ്പെടുത്തി. കഥ പറഞ്ഞു. ആറാട്ടുമുണ്ടൻ എന്നാണ് പടത്തിന്റെ ടൈറ്റിൽ. പക്ഷെ തിരക്കഥ മാറ്റിയെഴുതണമെന്നും സമ്മതമാണെങ്കിൽ ഞാൻ മാറ്റിയെഴുതാമെന്നും നടി പറഞ്ഞു. സത്യനന്ദിക്കാട് അവതാരിക എഴുതിയ പുസ്തകം രചിച്ച എഴുത്തുകാരിയല്ലേ മുന്നിലിരിക്കുന്നത്. എഴുതാനുള്ള മിടുക്കുണ്ടെന്ന് അയാൾക്കും തോന്നി. ആരാണ് സംവിധായകനെന്നായി അടുത്ത ചോദ്യം. തീരുമാനമായില്ലെന്ന് പറഞ്ഞപ്പോൾ തന്റെ ഭർത്താവ് മതിയോ എന്ന് ചോദിച്ചു. തന്റെ ഭർത്താവ് കെ മധുവിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണെന്നും ഭർത്താവിന്റെ പിതാവ് സിനിമയിലെ വലിയ സിംഗറാണെന്നും പറഞ്ഞു. കെ മധുവിന്റെ അസോസിയേറ്റ് ആണെങ്കിൽ നിസാരക്കാരനാകില്ലല്ലോ. ഫിക്സ്. കെട്ടിയോൻ സംവിധാനം, കെട്ടിയോൾ തിരക്കഥ. ഈ കഥ കേട്ട ഞാൻ മധുചേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു. തന്റെ അസോസിയേറ്റ് അല്ലെന്നും ഷൂട്ടിംഗ് പോലും ഈ പയ്യൻ കണ്ടിരിക്കില്ലെന്നാണ് പറഞ്ഞത്. ആ നടി തന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും മധുചേട്ടൻ പറഞ്ഞു. വലിയ ഹോട്ടലുകളിൽ ചാപ്പാടടിച്ചുകൊണ്ട് കഥ തിരക്കഥയാക്കുന്നതിന് തുടക്കം കുറിച്ചു. ഭർത്താവ് സംവിധായകനാകാൻ പോകുന്നതിനാൽ അയാളും വന്നു. കുട്ടിയെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് പോകാനാകില്ലല്ലോ. കുട്ടിയും വന്നു. ചാപ്പാടടി, ചർച്ച, റെസ്റ്റ് എടുക്കൽ, വീട്ടിൽ പോകൽ, ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഒരു നാൾ തിരക്കഥാകൃത്ത് നിർമ്മാതാവിനോട് 50,000 രൂപ അത്യാവശ്യമായി വേണമെന്ന് പറഞ്ഞു. 50,000 അപ്പോൾ കൊടുത്തു. എഴുത്തു മാത്രം നടക്കുന്നില്ല. വീണ്ടും അടുത്ത ഡിമാൻഡ് വന്നു. കുട്ടിക്കും ഭർത്താവിനും ആര് ഭക്ഷണം കൊടുക്കുമെന്ന്. അങ്ങനെ സിബി ഒരു ജോലിക്കാരിയെ കണ്ടെത്തി. തിരക്കഥാകൃത്തിന്റെ വീട്ടിലെത്തിച്ചു. ശമ്പളവും സിബി കൊടുത്തു. ഒരു വരി പോലും എഴുതാതെ പലതും പറഞ്ഞ് തിരക്കഥാകൃത്ത് 20 ലക്ഷം രൂപ കൈക്കലാക്കി. തന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ നടിയും കെട്ടിയോനും മുങ്ങി. 2021 സെപ്റ്റംബർ മുതലാണ് തവണകളായി 20 ലക്ഷം വാങ്ങിയത്. എന്നിട്ടാണ് 2025 അമ്മയിലെ ഇലക്ഷനിൽ ക്രിമിനൽ കേസൊന്നുമില്ലെന്ന് പറഞ്ഞ് നാമനിർദ്ദേശ പത്രിക കൊടുത്തത്. മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റായിരിക്കുന്ന കാലം മുതൽ 2022 ആലപ്പുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിനു മുന്നിൽ ഈ ക്രിമിനൽ കേസുള്ളപ്പോഴാണ് അത് മറച്ചുവെച്ച് ഈ ഭവതി മത്സരിച്ചത്. അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചെടുത്തുനിന്ന് തിരക്കഥാ തിരുത്ത്, ഭർത്താവിനെ സംവിധായകനാക്കൽ തുടങ്ങി എല്ലാ ഓഫറും കൊടുത്ത് 20 ലക്ഷം അടിച്ചെടുത്തു. 10,10,200 രൂപ നടിയുടെ അക്കൗണ്ടിലൂടെ 10 ലക്ഷം രൂപ പലതവണ പല കാരണങ്ങൾ പറഞ്ഞ് പിഴിഞ്ഞു. അവധി പറഞ്ഞ് ഒടുവിൽ 2022 മെയ്യിൽ 20 ലക്ഷത്തിന്റെ ചെക്ക് എഴുതി കൊടുത്ത് സിനിമയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നെന്ന് പറഞ്ഞു. ചേംബറിൽ ചെന്ന് ഈ സിനിമയുമായി ബന്ധമില്ലെന്ന് അവിടെയും എഴുതി കൊടുത്തു. ചെക്ക് മടങ്ങിയത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്താണ് മടക്കിയത്. ചെക്ക് ബൗൺസ് ആക്കിയില്ല. അക്കൗണ്ടിൽ 20 ലക്ഷത്തിന് മുകളിൽ കിടപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അക്കൗണ്ടിൽ കാശില്ലാതെയാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതെന്ന് ഇവർക്കറിയില്ലായിരിക്കും. ശാന്തിവിള ദിനേശ് പറഞ്ഞു.